വേഗം പറഞ്ഞു പോവുകയാണ് ഓരോന്നും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലം പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഓതി കേൾപ്പിക്കുകയാണ്. എന്താ, എന്തിനാ അല്ലാഹു ഭാര്യ ഭർത്തൃ ബന്ധം സൃഷ്ടിച്ചത്? ഇന്നലെ ആയത്ത് നമ്മൾ പറഞ്ഞു പോയല്ലോ. കേട്ടോളൂ, എന്തിനാണ് കേട്ടോളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, എന്തിനാണ് അല്ലാഹു ആണ് പെണ്ണ് എന്നിട്ട് വിവാഹം ബന്ധം ഇതൊക്കെ സൃഷ്ടിച്ചത്? എന്തിനാ? പടച്ചതമ്പുരാൻ തന്നെ പറയുന്നു, തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എന്തിനാ? മനുഷ്യ പരമ്പരയെ ലോകത്ത് നിലനിർത്തുവാനാണ്. മനുഷ്യ പരമ്പരയെ ലോകത്ത് നിലനിർത്തുവാൻ. ഇനി നല്ല ശ്രദ്ധിക്കണം, ഞാൻ ഇന്നലെ കുറച്ച് ടച്ച് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് ഞാനിത് വേഗം ഒന്ന് വിട്ടുകളയും. ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം. എന്താ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? കുടുംബമായി ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യ പരമ്പരയെ നിലനിർത്തലാണ്. വെറും കേവല സുഖമല്ല. കേവല സുഖമല്ല, നമ്മൾ ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞില്ലേ? സുഖമായിരുന്നെങ്കിൽ വേഗം എന്തെല്ലാം മാർഗമുണ്ട് നമ്മെ സുഖിപ്പിക്കാൻ പടച്ച റബ്ബിന്. ഇങ്ങനെ ഭാര്യ ഭർത്താവായി ജീവിക്കണമെന്ന് പറയണോ? എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? മക്കളുണ്ടാവലാണ്. ഇനി കേട്ടോളൂ, അതുകൊണ്ട് തന്നെ വല്ല പെണ്ണും മക്കളെ വേണ്ട, ഇപ്പൊ വേണ്ട, 5 കൊല്ലം കഴിഞ്ഞോട്ടെ, 1 മതി, 2 വേണ്ട, ഒരാളും ഒരു പെണ്ണുമായാൽ മതിയായിരുന്നേനെ, എന്നാൽ നിർത്താമെന്നൊക്കെ പറയുന്ന പെണ്ണാണ്. ആ പെണ്ണ് അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി എടുക്കാൻ തയ്യാറുള്ള പെണ്ണല്ല. അല്ലാഹു പഠിപ്പിച്ച ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കളഞ്ഞ പെണ്ണ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താ? നിങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കാനാ റസൂലുള്ള പറഞ്ഞത്? റസൂലുള്ള എന്ത് ശ്രദ്ധിക്കാനാ പറഞ്ഞു? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തസവ്വജുൽ വലൂദൽ വദൂ. ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ കേൾക്കണമെന്നില്ല. ഇതാ ആലിമീങ്ങൾ സ്റ്റേജിലില്ലേ? അൽ വലൂദ് എത്ര ഏക്കർ റബ്ബർ തോട്ടമുണ്ടെന്ന് നോക്കാനല്ല പറഞ്ഞത്. എത്ര ഏക്കർ റബ്ബർ തോട്ടമുണ്ട്? എന്റെ ഭാര്യന്റെ വാപ്പാക്ക് ഗൾഫിൽ എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നോക്കാനല്ല. എന്റെ ഭാര്യയുടെ പിതാവിന് അയാളുടെ കാലശേഷം എനിക്ക് എന്റെ അധ്വാനിക്കാൻ ജീവിക്കാൻ അധ്വാനിക്കേണ്ടതില്ലാത്ത വിധം സ്വത്തുണ്ടോന്ന് നോക്കാനല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തസവ്വജുൽ വലൂദൽ വദൂദ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. എങ്ങനെ മനസ്സിലാവുക? ഉമ്മ എത്ര പെറ്റിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. എന്റെ പെങ്ങളെ, കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ നീ പറയുകയാണ്, 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടേ, എനിക്ക് കഴിയില്ലേ, നീ അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി എടുക്കാൻ നീ തയ്യാറില്ലേ, അല്ലാഹ് നിനക്ക് തരേണ്ട സ്വർഗവും തരൂല. അതുകൊണ്ടല്ലേ പുണ്യ നബി കേൾക്കൂ നിങ്ങളുടെ ഹദീസ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ സർവ്വസാധാരണ ഇന്ത്യന്റെ നിയമമാവും, അല്ലെങ്കിൽ ലോകത്തെ വേറെ ആളുകളുടെ നിയമമുണ്ട്. നാം 1 നമുക്ക് 2, നാം 1 2 നമുക്ക് 2. അത് പിന്നെ പണ്ടല്ലേ വി ആർ 2 അവേഴ്സ് 2. അങ്ങനല്ലേ? നിങ്ങൾ എന്തെന്നെ സഹായിക്കാത്ത? അങ്ങനല്ലേ? ഞാൻ ഈ ഇതിൽ മറന്നുകൊണ്ടെങ്കിൽ പറഞ്ഞുതരുന്നത്. വി ആർ 2 അവേഴ്സ് 2. നമ്മൾ 2 നമുക്ക് 2. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, NP ലോറിന്റെ മുകളിൽ പോലും, NP നാഷണൽ പെർമിറ്റുള്ള ലോറിയുടെ ബാക്കിൽ പോലും അവിടെ സാധാരണ ആരെങ്കിലും എഴുതല്ലോ ഇല്ല, അവിടെ പോലും എഴുതി വെച്ചാണ് വി ആർ 1 അവേഴ്സ് 1. വി ആർ 1 അവേഴ്സ് 1. നമ്മൾ 1 നമുക്ക് 1. നിങ്ങൾ കേട്ടോളിട്ടോ കുറച്ച്. എന്നിട്ട് ഞാനും നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനും നിങ്ങളും ആരെയാ കേൾക്കേണ്ടത്? ഇവരെയാണോ? അല്ലാഹുവിന്റെ ഹബീബിനെയാണോ? അല്ലാഹുവിന്റെ ഹബീബിനെയാണോ? ഞാൻ ചോദിക്കട്ടെ, 1 2 മതി എന്ന് പറഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന ബുദ്ധിയുള്ള ഒരുപാട് മനുഷ്യന്മാരെ ജനിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ കേൾക്കണ്ടാറോ? വി ഹാവ് നത്തിങ്, നമ്മളുണ്ടല്ലോ. ഇനി എന്തിനാ ശല്യപ്പെടുത്താൻ 3ാമത്തെ ഒരാൾ? മടിയിൽ മലം വിസർജിക്കും, ശരീരത്തിൽ മൂത്രമൊഴിക്കും. ശല്യം വേണ്ട, അതനുസരിച്ച് മാറുകയോ? കേട്ടോളൂ എന്റെ പെങ്ങളെ, നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താ? മക്കളെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, അവരെ നല്ല രീതിയിൽ വളർത്തുക പെണ്ണിന്റെ ഡ്യൂട്ടിയാണ്. ലോകപ്രസിദ്ധരായ ആളുകൾ മുഴുവൻ ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്ന് പ്രസിദ്ധരായവരാണ്. നമ്മൾ വായിക്കുന്നില്ലേ എത്രയോ ആളുകളുടെ ചരിത്രം?
അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയെ നിങ്ങൾ കേൾക്ക്. നമ്മളത് ചെയ്തിട്ടില്ലേ അല്ലാഹു സ്വർഗം തരൂല. ഹദീസ് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളയപ്പയുടെ മകനാണ്. പ്രഗൽഭനായ സ്വഹാബിയ മഹാനവറുകൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബിരിജാലികും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ പുരുഷന്മാരിൽ നിന്ന് സ്വർഗത്ത് കടക്കുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ദുആ കൊണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനായ സ്വഹാബിയാണ്. മഹാനവറുകൾ ചോദിക്കാൻ, റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതല്ലാതെ സ്വഹാബി പറയില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന പുരുഷന്മാരാരാണ്? അവർ പറഞ്ഞു അതെ. അപ്പൊ പറഞ്ഞു അൻ-നബിയ്യു ഫിൽ ജന്ന, പ്രവാചകന്മാർ സ്വർഗത്തിലാണ്, വസ്സുദ്ദീഖു ഫിൽ ജന്ന, സുദ്ദീഖുകൾ സ്വർഗത്തിലാണ്, വസ്ശഹീദു ഫിൽ ജന്ന, ഷഹീദ് സ്വർഗത്തിലാണ്, വൽ മൗലൂദു ഫിൽ ജന്ന, ജനിച്ചപാട് മരണപ്പെട്ടു പോയ ചെറിയ കുട്ടി സ്വർഗത്തിലാണ്, നേരെ സ്വർഗത്തിലേക്കാണ്. വറജുലു, നീ കേട്ടോളട്ടോ, വറജുലു ഒരാൾ യസൂറു അഖാഹു, അയാൾ തന്റെ സഹോദരനെ സന്ദർശിക്കുന്നു, ഫീ നാഹിയത്തിൽ മിസ്ർ, മറ്റൊരു പട്ടണത്തിന്റെ മുക്കുമൂലയിലുള്ള തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന ഒരാളും അയാൾ സന്ദർശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്, എന്നാൽ അയാളും സ്വർഗത്തിലാണ്. സിയാറത്തെന്ന് പറയുന്ന അമൽ അള്ളാഹുവിന് വേണ്ടിയായാൽ സ്വർഗം കിട്ടും. കേൾക്കണങ്ങള്, വിശുദ്ധ റമദാനിലാണ് സ്വർഗം കിട്ടും. പിന്നെ മഹാനവറുകൾ ചോദിച്ചു, വനിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവരെ കേട്ടോളൂ. ഇത്ര എളുപ്പം. ആണ് സ്വർഗം കിട്ടണമെങ്കിൽ വാളെടുത്ത് പ്രതിസന്ധി ഘട്ടം വന്ന ആ സമയത്ത് യുദ്ധം ചെയ്യാതിരുന്ന അള്ളാന്റെ കോപ്പിറങ്ങും. വാളെടുത്ത് പോകണം. പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ എപ്പോ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നു പ്രതിരോധിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ സ്വർഗം തരൂല. പെണ്ണിനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണ് ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്ന അൽവദൂദ്, ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണ് അൽവലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. എന്നാൽ നിങ്ങൾ കേൾക്കുന്നിട്ട് റസൂലുള്ള പറയാണപ്പോ ധാരാളം പ്രസവിക്കാൻ കഴിയുമോ? പ്രസവം നീ തടഞ്ഞു വെക്കണ്ട, നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണങ്ങൾ തരുമോ നിന്നോട് ചോദിക്കണ്ട, അല്ലാഹ് തരാമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർക്കുന്നു, ഈ ആഴ്ച എന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് 2 കണ്ണിലും വെള്ളം നിറച്ചു പറഞ്ഞ വാക്ക് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 12 കൊല്ലായി. 12 കൊല്ലത്തിന് ശേഷം എന്റെ ഭാര്യ മെൻസസ് നിന്നുപോയി, മാസക്കുളി നിന്നുപോയി. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചു, യൂറിൻ പരിശോധിച്ചു, ബ്ലഡ് പരിശോധിച്ചു, ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെയും മെൻസസ് ആവാതെ വന്നപ്പോ 5 ഡോക്ടർമാർ ഞങ്ങൾ കാണിച്ചു. ഒരുപക്ഷെ ആ ആള് സദസ്സിന്റെ വേക്കിലെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ സദസ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സഹോദരന്റെ മാത്രം വേദനയല്ല, എല്ലാവരുടെയും വേദന ഞാൻ പങ്കുവെക്കുകയാണ്. പെങ്ങളെ, നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി ഗർഭം ധരിക്കലും പ്രസവിക്കലും ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ അല്ലാഹു രാജ്യത്തിന്റെ പരമോന്നത പീഠങ്ങളിരിക്കാനുള്ള ചുമതല റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല. വാവൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ, പെണ്ണിന്റെ ഡ്യൂട്ടി ഭർത്താവിന്റെ വീട്ടിന്റെ കച്ചളമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ പെങ്ങളെ, ആ കുട്ടി ജനിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് ചവിട്ടി എന്ന് വന്നേക്കാം. അത്ഭുതപ്പെടണ്ട. കാരണം നീ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഗർഭം ധരിച്ചതാ. നിന്നോട് എതിർ ചെയ്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം. നീ വേണ്ടാന്ന് വിചാരിച്ചാലേ അപ്പൊ ഒരു പക്ഷെ അള്ളാഹു നിനക്ക് വേണ്ട എന്നാക്കിക്കളയും. നീ പറയുന്ന വാക്ക് അള്ളാഹു കബൂൽ ചെയ്യുമെന്ന കാര്യം നീ ഓർക്കണം. ഇവിടെ പറയാ എടുത്തു കളയണം. എന്നിട്ട് എന്നോട് പറയാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചില്ല. എന്നോട് പറയുന്നു രാത്രി എന്നെ വല്ലാതെ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല. എന്നോട് പറയാം, നിങ്ങളൊന്ന് ഗർഭം ധരിച്ചു നോക്ക്, വിഷമറണോ പ്രയാസരണോ എനിക്ക് കഴിയില്ല.
എനിക്ക് കഴിയില്ല. പെങ്ങളെ, നിന്നെ നിന്റെ റബ്ബേൽപ്പിച്ച ഡ്യൂട്ടി അതാ. പുണ്യ നബിയെ പഠിപ്പിക്കണത്. നീ വേണ്ടാന്ന് പറഞ്ഞോ, ആ മകൻ നിനക്കെതിരാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, ഖത്തറിൽ വെച്ചൊരു ചിലപ്പോ അതാ മോനായിരിക്കും, ചിലപ്പോ അള്ളാഹു മറ്റേ മക്കളൊന്നും ചിലപ്പോ നല്ലതല്ലാത്തതുകൊണ്ട് ചിലപ്പോ അള്ളാഹു ഒരു നല്ല സുഹൃതമെത്തോ ചെയ്തത് കൊണ്ട് അള്ളാഹു തരുന്നതാവും. അങ്ങനെ ഉണ്ടാവും. ഖത്തറിൽ വെച്ച ഒരാൾ എന്നോട് ഇതേ അനുഭവം പറഞ്ഞു. 16 കൊല്ലമായി കുട്ടികളിലായിരുന്നു. അങ്ങനെ ഇതേ അനുഭവം ഉണ്ടായി. പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മാസം ഗർഭിണിയാണ്. ഭാര്യ പറഞ്ഞു ഒഴിവാക്കണം. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അല്ല തന്നതല്ലേ, നമ്മൾ വിചാരിക്കാതെ. മാത്രമല്ല എന്റെ രസം തരയോ, 16 കൊല്ലം മുമ്പ് പ്രസവം നിർത്തി എന്നോട് പറഞ്ഞു. പ്രസവം നിർത്തി, സർജറി നടത്തിയിട്ട് പിന്നെ മക്കൾ ഉണ്ടാവുന്നുള്ള കാര്യം ആരെങ്കിലും സംശയിക്കോ? എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സർജറി നടത്തിയിട്ട് പ്രസവം നിർത്തിയത്. എന്നിട്ട് പിന്നെ അള്ള നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്തത് അള്ളാഹു നമുക്ക് തരാൻ ആഗ്രഹിച്ചു എന്നാ. അതുകൊണ്ട് എടുത്തു മാറ്റണ്ടെന്ന് പറഞ്ഞു. പ്രസവിച്ചു. ഞാൻ ആ മനുഷ്യന്റെ വീട്ടിലേക്ക്, ഇവിടെ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള സഹോദരനാണ്, അബ്ദുൽ മജീദ് എന്ന് പറയും. അദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. എന്നോട് പറഞ്ഞു, അതാ ആ മൂലക്ക് നിൽക്കുന്ന കുട്ടീനെ ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടാക്കി തരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളൂ. എന്നോട് ഈ അനുഭവം എന്നിട്ട് പറഞ്ഞിട്ട് സാറേ, എന്റെ 5 മക്കളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ ആ മകനാണ്. എന്റെ ഈ പൊന്നുമോന എന്നോട് ഏറ്റവും സ്നേഹമുള്ളത്. ഞാനിങ്ങനെ വിചാരിക്കും, എന്റെ മക്കള് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുമ്പോഴേക്ക് ഇവൻ അവരുടെ മേൽ ചാടി വീഴും. ഉപ്പയോട് അങ്ങനെ പറയുകയോ? എന്നിട്ട് ഇയാൾ എന്നോട് പറയണം, ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ഖേദിച്ചു പോകും എന്ന് പറയാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് പറയാ ഞാൻ പ്രസവിക്കൂല, ആ പെണ്ണ് വെറുതെയാണ്. ആ പെണ്ണ് വെറുതെയാണ്.